ഇനി നമുക്ക് കണ്ണൂരിലേക്ക് പോകേണ്ടതുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പോളിംഗ് പുരോഗമിക്കുമ്പോൾ കണ്ണൂരിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മിഥുൻ പിള്ള ചിരികയാണ്. മിഥുൻ, ഇപ്പോൾ 3 മണി പിന്നിട്ട് കഴിഞ്ഞു. രാവിലെ എനിക്ക് തോന്നുന്നു അല്പം മന്ദഗതിയിലാണ് പോളിംഗ് തുടങ്ങിയതെങ്കിലും പിന്നീട് അതിനൊരു വേഗത കൈവരിക്കുകയായിരുന്നു. ഇപ്പോഴെങ്ങനെയാണ് കണ്ണൂരിൽ പോളിംഗ് പുരോഗമിക്കുന്നത്? ഒറ്റപ്പെട്ട ചില അക്രമ സംഭവങ്ങളും അങ്ങിങ്ങായി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ടല്ലേ? തീർച്ചയായും കിപ്പി, രാവിലെ വോട്ടെടുപ്പ് തുടങ്ങിയ സമയത്തൊരു മന്ദഗതിയിലായിരുന്നു. പിന്നീട് അതിനൊരു വേഗത കൂടുന്നതും പിന്നീട് ഇപ്പോഴൊരു തീർത്തും മന്ദഗതിയിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ 60% മുകളിലേക്ക് എത്തിയിരുന്ന പോളിംഗ് ഇപ്പോൾ 63.08 ആയി നിൽക്കുകയാണ്. ഇപ്പോൾ വോട്ടെടുപ്പ് നമ്മളിപ്പോൾ പല പോളിംഗ് ബൂത്തുകളിലും പോയി. അവിടെയൊക്കെ തന്നെ വിരലിലെണ്ണാവുന്ന ആളുകൾ വന്ന് വോട്ട് ചെയ്തിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഒരു തിരക്കൊന്നും നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിൻ്റെ KP പറഞ്ഞ പോലെ തന്നെ പലയിടത്തും ചില അക്രമ സംഭവങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിലായി ഒരു സംഭവം ഉണ്ടായത് കണ്ണൂർ തലശ്ശേരി നഗരസഭയിലെ 20-ാം വാർഡിലാണ്. ഈ ആരോഗ്യ പ്രശ്നമില്ലാത്തവരെയും അവിടെ CPM ഓപ്പൺ വോട്ട് ചെയ്യിപ്പിക്കുന്നതായ ഒരു പരാതി ഉയർന്നത്. വയലളം വെസ്റ്റ് LP സ്കൂളിലെ ബൂത്തിലാണ് ആരോഗ്യ പ്രശ്നമില്ലാത്ത CPM ഓപ്പൺ വോട്ട് ചെയ്യിപ്പിച്ചത്. ചോദ്യം ചെയ്ത പ്രിസൈഡിംഗ് ഓഫീസറോട് CPM പ്രാദേശിക നേതാവ് തട്ടിക്കയറുകയും ചെയ്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ BJP സ്ഥാനാർത്ഥി പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനിടെ ഒരു ദുഃഖകരമായൊരു വാർത്ത കൂടിയുണ്ട്. അതായത് ഏതാനും സമയം മുമ്പ് പിണറായി വെണ്ടുട്ടായിൽ വോട്ട് ചെയ്യാനെത്തിയ ഒരു വയോധികയെ ഒരു വാഹനം ഇടിച്ചു വീഴ്ത്തിയിട്ടുണ്ട്. വാഹനം വയോധികയെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം നിർത്താതെ പോവുകയും ചെയ്തു. മകനൊപ്പം വോട്ട് ചെയ്യാൻ പോവുകയെന്ന ആക്കുകണ്ടിയിൽ ശാരദയ്ക്കാണ് ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റത്. ഇവരെ തലശ്ശേരിയിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആറളത്ത് ഒരു അട്ടിമറി നടത്താനുള്ള ശ്രമം CPM ഭാഗത്തുണ്ടായി. അവിടെ ഒരു ആറളം SC, അതായത് വനവാസി കോളനിയിലെ ആളുകളുടെ തിരിച്ചറിയൽ രേഖകൾ വാങ്ങിക്കൊണ്ടു പോവുകയും അത് ഒരു ഓപ്പൺ വോട്ടായി രേഖപ്പെടുത്താനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് നടത്തുകയും ചെയ്തു. എന്നാൽ അവിടെ വലിയൊരു എതിർപ്പ് ഉണ്ടായതിനെ തുടർന്ന് ആ നീക്കത്തിൽ നിന്ന് CPM നേതൃത്വം പിന്മാറിയിരുന്നു. മാത്രമല്ല തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മറ്റ് തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് വനവാസികൾ വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ വലിയ അക്രമ സംഭവങ്ങൾ ഈ ഉച്ചയ്ക്ക് ശേഷം കണ്ണൂർ ജില്ലയിൽ ധാരാളമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നും ഉച്ചയ്ക്ക് ശേഷമാണ് ഈ 1-2 സംഭവങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും വൈകുന്നേരത്തും ഇനി ഏതാണ്ട് 3 മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ആ സമയത്തിനുള്ളിൽ കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനമായി 78 കണ്ണൂർ എത്തുമോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല കണ്ണൂർ കോർപ്പറേഷനിലെ വോട്ടിംഗ് നില കണ്ണൂർ ജില്ലാ ശരാശരിയേക്കാൾ വളരെ താഴെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കണ്ണൂർ ജില്ലയിൽ 63% ഉണ്ടെങ്കിൽ പോലും കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ അത് വെറും 50% ഈ വോട്ടിംഗ് ശരാശരി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അത് ഇനി കൂടുമോ, അത് ഏത് മുന്നണിയെ സഹായിക്കുമെന്നടക്കമുള്ളത് ഇനി റിസൾട്ട് വരുമ്പോൾ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. KP, തിരികെ വാർത്തകളിലേക്ക്. വടക്കൻ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടം പുരോഗമിക്കുമ്പോൾ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി ശിവദാസ് കന്മനം ചിരികയാണ്. ശിവദാസ്, മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വോട്ടിംഗ് അവസാനിക്കാൻ 3 മണിക്കൂർ മാത്രം മുന്നിൽ നിൽക്കെ ഇപ്പോൾ ഏത് തരത്തിലാണ് ജനവിധി മുന്നോട്ട് പോകുന്നത്? മലപ്പുറത്ത് രാവിലെ മുതൽ തന്നെ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് തുടരുകയാണ്. വിവിധ പോളിംഗ് ബൂത്തുകളിൽ നിരവധി ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെയായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഓരോ പോളിംഗ് ബൂത്തിലേക്കും എത്തിയിരുന്നത്. പിന്നീട് ഏകദേശം ഉച്ചവരെ അത് തുടർന്ന് പിന്നീട് ഉച്ചയ്ക്ക് അല്പം മന്ദഗതിയിലായി. കാരണം ഉച്ചയുടെ ആ ഒരു കാഠിന്യമുള്ള ചൂടും അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യം കാരണം അല്പം മന്ദഗതിയിലായിരുന്നു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ പല ഇടങ്ങളിലും കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ ഇതുവരെ 66% ഏറെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 3:15 വരെയുള്ള കണക്കാണ്. 66.5% ഇതുവരെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലാണ് ഇപ്പോൾ ഈ പോളിംഗ് നടക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വോട്ട് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് 7 ജില്ലകളിൽ ആണ് ഇപ്പോൾ ഇന്ന് വടക്കൻ കേരളത്തിലെ 7 ജില്ലകളിലാണ് ഇന്ന് പോളിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തെക്കൻ ജില്ല നേരത്തെ തന്നെ വിധി എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് വടക്ക് കൂടി വിധി എഴുതുമ്പോൾ കേരളം മൊത്തത്തിൽ വിധി എഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പിന്നീട് മറ്റന്നാൾ വിധി അറിയാം, ഇതിന്റെ ഫലം അറിയാൻ കഴിയും. ഇവിടെ എത്രത്തോളം ഒരു ശക്തമാണ് ഒരു രാഷ്ട്രീയ പോരാട്ടമൊക്കെ? ഇവിടെ രാഷ്ട്രീയ പോരാട്ടത്തിൽ വലിയ കുഴപ്പമില്ല. കാരണം 3 പാർട്ടികളും എല്ലാം മൊത്തത്തിൽ തന്നെയാണ് പോളിംഗ് നടക്കുന്നത്. പിന്നെ ഒരു 60% വോട്ട് ഉച്ചവരെ നല്ല പോളിംഗ് നടന്നിരുന്നു. ഇനി ഇപ്പോൾ വൈകിട്ടുള്ള പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടേ വരുന്നുള്ളൂ. കൂടുതൽ ശതമാനം ഒരു 70-80% പോളിംഗാണ് നടത്താൻ ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അത്രത്തോളം ഉണ്ടായിരുന്നു.
80%, 85% വരെ പോളിംഗ് ഈ തീരദേശ മേഖല കൂടിയാണല്ലോ. അപ്പൊ ഇവിടെ ഇങ്ങനെ പ്രധാനമായിട്ടും ഒരു വികസനം തന്നെയാണ് പ്രധാനമായിട്ടൊരു രാഷ്ട്രീയമായുള്ള പ്രചാരണ ആയുധത്തുണ്ടായിരുന്നത്. വികസനങ്ങൾ ഇപ്പോഴത്തെ മന്ദഗതിയിലാണ് വികസനം നടക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഇലക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ ഇലക്ഷന്റെ ഇതില് ഇവിടെ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതിക്ക് അങ്ങനെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇനി വരും ഇലക്ഷനിൽ പാർട്ടി മാറി കയറുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ഷനിൽ ജനങ്ങൾ മെയിനായിട്ട് കാണുന്ന ഇങ്ങനെ താഴെ തട്ടിലുള്ള ഒരു വികസനം, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രധാന രാഷ്ട്രീയത്തിനപ്പുറം ഈ താഴെ തട്ടിലുള്ള വികസനം അവരുടേതായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ റോഡില്ലാത്ത അത്തരത്തിലുള്ള കുടിവെള്ളത്തിന്റെ പ്രശ്നം, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും രാഷ്ട്രീയത്തിനപ്പുറം കാണുന്നത് തന്നെ. അതെ, ഇവിടെ ഈ ഭാഗത്ത് കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ് മെയിനായിട്ട് കാണുന്നത്. പിന്നെ ഈ റോഡ്, മറ്റുള്ള ഇടവഴികളും മറ്റുള്ള ഇതായിട്ട് കുറെ ബുദ്ധിമുട്ടുകളും ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് ഇവിടുത്തെ മെമ്പർമാരോട് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവര് അതിന് അങ്ങോട്ടുള്ള ശ്രദ്ധ ചെലുപ്പിക്കുന്നില്ല. അത്രയും ഒരു ഇതാണ് ഇവിടെ സാഹചര്യം നടക്കുന്നത്. അതാണ് പ്രധാനമായും വികസനം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വികസനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചർച്ച. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് പുറത്തൂർ പഞ്ചായത്താണ്. മലപ്പുറം ജില്ലയിലെ പുറത്തൂർ പഞ്ചായത്തിലെ എടക്കനാട് UP സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ നിന്നുള്ള കാഴ്ചകളും ദൃശ്യങ്ങളുമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിരവധി ആളുകൾ ഒരു വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇതുവരെ തന്നെ 65% പോളിംഗ് ഇവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. മലപ്പുറം ജില്ലയുടെ മൊത്തത്തിലുള്ള ഒരു ദൃശ്യം കൂടിയാണ് ഇത്. വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ ഏകദേശം 65% കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂരിൽ അടക്കം ഉള്ള, അതായത് ഇത്തരത്തിൽ വനവാസി കുടുംബങ്ങൾ അടക്കം തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ അടക്കം ഈ രീതിയിൽ പോളിംഗ് ശക്തമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മറ്റു ജില്ലകളെയും അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉള്ളതും മലപ്പുറം ജില്ലയിലാണ്. 36 ലക്ഷത്തിൽ കൂടുതൽ വോട്ടർമാരാണ് ഈ മലപ്പുറം ജില്ലയിൽ ഉള്ളത്. അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ഒരു ജില്ല. അതോടൊപ്പം തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പോളിംഗ് രേഖപ്പെടുത്തുന്നതും വോട്ടിംഗ് നടക്കുന്നതും മലപ്പുറം ജില്ലയിലാണ്. 122 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് മലപ്പുറം ജില്ലയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് KP കാണാൻ കഴിയുന്നത്. മലപ്പുറത്തു നിന്നും ശിവദാസ് കനമനുമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ കൂടി ചേരുകയാണ്. അരുൺ, പാലക്കാട് ജനവിധി എങ്ങനെ പുരോഗമിക്കുന്നു? സുരേഷ്, പാലക്കാട് 3 മണിവരെയുള്ള പോളിംഗ് ശതമാനം നമ്മൾ പരിശോധിക്കുമ്പോൾ 63.06% 3 മണിവരെയുള്ള പോളിംഗ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ തന്നെ പാലക്കാട് നഗരസഭയിലാണ് പോളിംഗ് ഏറ്റവും കുറവ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പാലക്കാട് നഗരസഭയിൽ 3% മറ്റ് നഗരസഭകളിൽ 60 അതുമുതൽ 67, 68% വരെ മറ്റ് നഗരസഭകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഉച്ചയായതുകൊണ്ട് ആദ്യം കുറച്ചൊന്ന് പോളിംഗ് കുറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇനിയിപ്പോൾ വരുന്ന വൈകുന്നേരത്തോട് അടുക്കുന്ന സാഹചര്യത്തിൽ ഇനിയുള്ള നിമിഷങ്ങളിൽ കൂടുതൽ അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നു എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. വോട്ടർമാരുടെ വലിയ നീണ്ട നിര തന്നെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് നഗരസഭയിലെ കുന്നുംപുറത്താണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കുന്നുംപുറത്തിലെ ബൂത്ത് 1, 2 എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ വോട്ടർമാരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് വലിയ ആവേശം തന്നെയാണ് നമുക്ക് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളിൽ ഈ നഗരമേഖലയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തുകളിൽ കുറച്ചുകൂടെ പോരാട്ടം കുറച്ച് ശക്തമാണോ എന്ന് നമുക്ക് തോന്നുന്ന പ്രതീതി അവിടങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പല പഞ്ചായത്തുകളിലും വലിയ വാശിയേറിയ മത്സരം, രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് പഞ്ചായത്തുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നഗരസഭകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പഞ്ചായത്തുകളിലാണ് കുറച്ചുകൂടെ വലിയ ഒരു തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നഗരസഭയിലേക്ക് വരുമ്പോൾ പാലക്കാട് നഗരസഭയിൽ രാവിലെ കുറച്ച് തിരക്ക് നന്നേ കുറവായിരുന്നു എങ്കിലും ഇപ്പോൾ ഈ ഒരു വൈകുന്നേരത്തോട് അടുക്കുമ്പോൾ തിരക്ക് കൂടി വരുന്ന സാഹചര്യമാണ് ഉള്ളത്. അതേസമയം അനിഷ്ട സംഭവങ്ങളും പാലക്കാട് ഇന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥി ശ്രീകൃഷ്ണപുരത്ത് വോട്ടർക്ക് പണം നൽകിയത് വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. അതിൽ പരാതി ഉൾപ്പെടെ നൽകി BJPയും അതുപോലെ തന്നെ
എം രംഗത്തെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പലയിടങ്ങളിലും ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ രാവിലെ പല ഇടങ്ങളിലായി തകരാറിലായിരുന്നു. പിന്നീട് അത് പരിഹരിക്കുകയും യന്ത്ര തകരാറുകൾ പലയിടത്തും പിന്നീട് പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ കുന്നുംപുറം എന്ന ഭാഗത്ത് അത്യാവശ്യം നല്ല തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പകുതി ജില്ലകളാണ് ഇന്ന് വിധി എഴുതിക്കൊണ്ടിരിക്കുന്നത്. 7 ജില്ലകളിൽ ഭേദപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും. അരുൺ ആലത്തൂടാണ് പാലക്കാട് നിന്നും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിശദാംശങ്ങൾ നൽകിയത്.